ഹായ്, എല്ലാവർക്കും ഗ്രേസ് ഓഫ് ഗോഡ് മെലോഡിയസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ 8ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ഒരു മേജർ കോഡ് എങ്ങനെ വായിക്കാം, അതെങ്ങനെയാണ് ആ ഒരു മേജർ കോഡ് രൂപം കൊള്ളുന്നത് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു മൈനർ കോഡ് വായിക്കുക, അതിൻ്റെ ഫോർമുല എങ്ങനെയൊക്കെയാണ് നമുക്ക് വായിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഒരു മേജർ കോഡിൻ്റെ ഫോർമുല 3 കണ്ടു. നമ്മൾ ഇനി അടുത്തത് മൈനർ കോഡിൻ്റെ ഫോർമുലയാണ് 3 കാണാൻ പോകുന്നത്. അപ്പം അതിൻ്റെ ഫോർമുല ആദ്യമേ ഞാൻ പറയാം. ഫസ്റ്റ് ഫോർമുല എന്ന് പറയുന്നത് കീ പ്ലസ് 3 പ്ലസ് 7, സെക്കൻഡ് 2 3 ആൻഡ് ദ തേർഡ് നമ്മൾ റൂട്ടിൽ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ 1 3 5 1 3 5 നോട്ടുകൾ എടുത്തുകൊണ്ട് നമ്മൾ കോഡ് വായിക്കാൻ പഠിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ഫോർമുല നമുക്ക് നോക്കാം. കീ പ്ലസ് 3 പ്ലസ് 7, മറ്റേതിൻ്റെ ഒരു നോട്ട് കുറയുന്നു. മറ്റേത് കീ പ്ലസ് 4 പ്ലസ് 7 ആണ് മേജർ. അപ്പോൾ ഇത് കീ പ്ലസ് 3 പ്ലസ് 7. അപ്പം 4ൽ നിന്ന് ഒരെണ്ണം കുറയുന്നു. അപ്പം ഒരു വിരൽ നടുക്ക് നമ്മൾ ഒരു 3 കോഡ് പിടിക്കുമ്പോൾ 3 നോട്ടുകളാണ് പിടിക്കുന്നത്. ആ നടുക്കത്തെ നോട്ട് ഒന്ന് പുറകോട്ട് വായിക്കുന്നു. ഓക്കെ, അപ്പം കീ എന്ന് പറയുന്നത്, അപ്പം നമുക്ക് സി മൈനർ പഠിക്കാം. ഇതാണ് സി മൈനർ എന്ന് പറയുന്നത്. അപ്പം കീ എന്ന് പറയുന്ന നോട്ട് സി. സി കീ ആണെങ്കിൽ അടുത്തത് 3ാമത്തെ നോട്ട്, മറ്റേ 4 ആയിരുന്നു, ഇത് 3ാമത്തെ നോട്ട്. അപ്പോൾ സി കഴിഞ്ഞിട്ട് ആദ്യത്തെ സി ഷാർപ്പ് ആയിരിക്കും, പിന്നെ 1 നമ്മൾ എണ്ണുന്നത്. അപ്പം കീ എന്ന് പറയുന്നത് സി ആണ്. സി കഴിഞ്ഞിട്ട് 1ാമത്തെ നോട്ട് എന്ന് പറയുന്നത് സി ഷാർപ്പ്, 2 എന്ന് പറയുന്നത് ഡി, 3. അപ്പോൾ കീ പ്ലസ് 3 ആയി. അപ്പം സി ഡി ഷാർപ്പ്, കീ കഴിഞ്ഞിട്ട് 1 2 3. അപ്പം 2 നോട്ടുകൾ കിട്ടി. കീ പ്ലസ് 3, ഇനി പ്ലസ് 7. അപ്പം നമ്മൾ 3 എന്ന് പറയുന്ന നോട്ട് ഇവിടെ ഡി ഷാർപ്പ് കിട്ടി. ഇത് 3 ആണെങ്കിൽ അടുത്തത് 4, ഇ 4, എഫ് 5, ഇത് എഫ് ഷാർപ്പ് 6 ആൻഡ് ഇത് ജി ആണ് നമുക്ക് 7ാമത്തെ നോട്ട്. അപ്പം സി കീ ആണെങ്കിൽ 3ാമത്തെ നോട്ട് ഡി ഷാർപ്പ്, അപ്പം 7ാമത്തെ നോട്ട് ജി. അതായത് ഒരു മേജർ കോഡ് വായിക്കുന്നതിൻ്റെ ആദ്യത്തെയും 3 നോട്ട് വരുന്നതിനകത്ത് ആദ്യത്തെ അവസാനത്തേന് മാറ്റമില്ല, നടുക്കത്തേതിന് മാത്രം മാറ്റം വരുന്നു. അത്രേ ഉള്ളൂ വ്യത്യാസം. അതാണ് കീ പ്ലസ് 3 പ്ലസ് 7. അപ്പോൾ കീ, പിന്നെ 1 2 3 3, പിന്നെ 3 കഴിഞ്ഞാൽ ഇ എഫ് ഷാർപ്പ്, അങ്ങനെ എഫ് ഷാർപ്പ് 4ാമത്തെ നോട്ട് ജി. അപ്പോൾ നമുക്ക് ആ കീ പ്ലസ് 3 പ്ലസ് 7 എന്നുള്ള ഒരു ഫോർമുലയിൽ നമുക്ക് കോഡ് മനസ്സിലായി. ഇനി അടുത്ത ഫോർമുല 2 3. മറ്റേ നമ്മൾ 3 2 ആയിരുന്നു മേജർ കോഡ് വായിച്ചപ്പോൾ, ഇത് നേരെ 2 3. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഫോർമുലയാണ്. ഇത് പെട്ടെന്ന് നമുക്ക് വായിച്ചെടുക്കാം. അപ്പോൾ ഫസ്റ്റ് 3 2 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 വിരൽ ഞെക്കുമ്പോൾ അവിടെ 2 നോട്ടുകൾ ഫ്രീ ആയിട്ട് നിൽക്കണം. അടുത്ത 2 വിരൽക്കിടയിൽ 3 നോട്ടുകൾ ഫ്രീ ആയിട്ട് നിൽക്കണം. അപ്പോൾ നമ്മൾ സി മൈനർ തന്നെ നോക്കുന്നു. അപ്പം നമ്മൾ സി ആണ് നമ്മുടെ നോട്ട്, സിയുടെ മൈനർ കോഡാണ്. അപ്പം സി കഴിഞ്ഞിട്ട് 2 നോട്ട് നമ്മൾ കളയുന്നു. അപ്പം സി കഴിഞ്ഞിട്ടുള്ള സി ഷാർപ്പും ഡിയും കളഞ്ഞു കഴിയുമ്പോൾ ഡി ഷാർപ്പാണ് അടുത്തത്. അപ്പം സി ഡി ഷാർപ്പായി. ഇനി ഈ ഡി ഷാർപ്പ് കഴിഞ്ഞിട്ടുള്ള 3 നോട്ടുകൾ കളയുന്നു. ഈ ഡി ഷാർപ്പ് കഴിഞ്ഞിട്ടുള്ള 3 നോട്ടുകൾ ഇ എഫ് ഷാർപ്പ് 3 നോട്ടുകൾ. അപ്പം ജി. അപ്പോൾ കിട്ടി നമുക്ക്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പിടിക്കുമ്പോൾ ഈ ആദ്യത്തെ 2 ഫിംഗറിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ 2 നോട്ടുകൾ ഫ്രീ ആയിട്ട് വന്നു. ആദ്യത്തെ 2 നോട്ടിൻ്റെ ഇടയ്ക്ക് 2 നോട്ടുകൾ ഫ്രീ ആയിട്ട് വന്നു. അടുത്ത നമ്മൾ ഈ 2 നോട്ടുകളുടെ ഇടയ്ക്ക് 3 ഫ്രീ ആയിട്ട് വന്നു. അപ്പോൾ ആദ്യത്തെ ഈ 2 വിരലിന് 2 ഫ്രീ ആയിട്ട് നിൽക്കണം. അടുത്ത 2 വിരലിൻ്റെ അടുത്ത 3 ഫ്രീ ആയിട്ട് നിന്നാൽ അത് മൈനർ കോഡായിട്ട് നമുക്ക് പറയാം. അപ്പോൾ 2ാമത്തെ ഫോർമുല മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി 3ാമത്തെ
ഫോർമുല എന്ന് പറയുന്നത് റൂട്ട്. അപ്പം റൂട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പം ഞാൻ സി മൈനറിൻ്റെ റൂട്ട് ഒന്ന് പറഞ്ഞു തരാം. സി മൈനർ റൂട്ട് എന്ന് പറയുന്നത് സി, ഡി, ഡി ഷാർപ്പ്, എഫ്, ജി, ജി ഷാർപ്പ്, എ ഷാർപ്പ്, സി. അപ്പം ഇതാണ് റൂട്ട്. അപ്പം ഈ റൂട്ടിലെ നമ്മൾ 1, 3, 5 1 and 3 and 5 ഈ 3 നോട്ടുകൾ എടുത്താലും നമുക്ക് മൈനർ കോഡ് വായിക്കാൻ പറ്റും. അപ്പം റൂട്ടിൽ 1, 2, 3, 4, 5, 6, 7. അപ്പം ഇതിനകത്ത് നമ്മൾ 1, 3, 5. അപ്പം 1 എന്ന് പറയുന്ന നോട്ട് ഇതാണ് 1. ഇനി ആ റൂട്ടിലെ മൂന്നാമത്തെ നോട്ടെന്ന് പറയുന്നത് റൂട്ടിലെയാണ്, ഒക്ടേവിലെ അല്ല, റൂട്ടിലെ മൂന്നാമത്തെ നോട്ട്. ആ റൂട്ട് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. റൂട്ടിലെ മൂന്നാമത്തെ നോട്ട് എന്ന് പറയുന്നത് സി 1, ഡി 2, ഡി ഷാർപ്പ് 3. അപ്പോൾ ഇത് 1, 3. ഇനി എഫ് 4, ജി 5, ജി 5. അപ്പം 1, 3, 5. അതായത് 1, 2, 3, 4, 5, 6, 7. ഈ എണ്ണത്തിൽ 1, 3, 5. 1 സി, 3 ഡി ഷാർപ്പ്, 5 ജി. അപ്പോൾ നമുക്ക് മൈനർ കോഡ് ആ 3 രീതിയിൽ നമുക്ക് മൈനർ കോഡ് ലഭിച്ചു. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു ഫോർമുല അല്ല, ഒന്ന് കോമൺ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മൾ ഇപ്പോൾ സി മേജർ, ഈ സി മേജർ പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സി മേജർ പിടിച്ച് വെച്ചിട്ട് ഈ സിയുടെ ഈ രണ്ടാമത്തെ സി കഴിഞ്ഞിട്ടുള്ള ഈ വരുന്ന ഈ എന്ന് പറയുന്ന രണ്ടാമത്തെ നോട്ട് ഒന്ന് ബാക്കിലോട്ട് ഞെക്കിയാൽ അത് മൈനർ കോഡായിട്ട് വന്നു. വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ, ഇന്നത്തെ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് മൈനർ കോഡ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് പിടിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണാം. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റ് കോഡുകൾ, നിങ്ങൾ മൈനർ കോഡുകൾ വായിച്ച് നോക്കുക. വളരെ എളുപ്പമാണ്. നമുക്ക് ഈ ഒരു കോഡ് നല്ലതായിട്ട് നിങ്ങൾ പഠിച്ച് മൊത്തം പഠിക്കുക, നിങ്ങൾ എഴുതിയെടുക്കുക. അപ്പം നിങ്ങൾക്ക് എല്ലാ കോഡുകളും കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാം. നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പ്ലീസ് കമൻറ്റിലൂടെ ഇടുക. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് വളരെ സപ്പോർട്ടീവാണ്, വളരെ സ്ട്രെങ്ത് ആണ് നമ്മുടെ ചാനലിന്. അതുപോലെ തന്നെ ഈ വീഡിയോസ് എല്ലാം മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അവർക്കും പഠിക്കുവാനും കീബോർഡിൽ രംഗത്തേക്ക് വരുവാനായിട്ടുമുള്ള അനന്ത സാധ്യതകൾ ഈ മ്യൂസിക് രംഗത്തുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് കയറി വരാനായിട്ട് നമ്മുടെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ മുന്നിലേക്ക് ആദ്യമായിട്ടാണ് ഈ ചാനൽ എത്തുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അടുത്ത വീഡിയോയിൽ പുതിയൊരു ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു.